ഹായ്, ദേണ്ടേ ഈ തറയിൽ വീണുതിരുന്ന പൂക്കൾ ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് പവിഴമല്ലിപ്പൂക്കൾ. അപ്പോൾ ദേണ്ടേ ഏത് വീടിനും അനുയോജ്യമായ ഒരു ചെടി, ഒരു ഡിവൈൻ ചെടിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പേര് പവിഴമല്ലി. ചിലയിടങ്ങളിൽ ഇതിനെ രാത്രിമുല്ല എന്ന് വിളിക്കുന്നുണ്ട്, ചിലയിടത്ത് നൈറ്റ് ബ്ലൂമിങ് ജാസ്മിൻ എന്ന് വിളിക്കുന്നുണ്ട്, ചിലരിതിനെ പാരിജാതം എന്നും വിളിക്കുന്നുണ്ട്. ശരിക്കും ഇത് പവിഴമല്ലിയാണ്. കാഴ്ചയും സുഗന്ധവും നൽകുന്ന ഈ പവിഴമല്ലിയുടെ കൾട്ടിവേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ കെയറിങ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതെല്ലാം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാം കേട്ടോ. അതിന് മുമ്പായിട്ട് പവിഴമല്ലിയുടെ കുറച്ച് ചരിത്രം കൂടി ഞാൻ പറഞ്ഞു തരാം. അതെ, പവിഴമല്ലി ദൈവലോകത്ത് ജീവിച്ചിരുന്ന സുന്ദരിയായ ഒരു അപ്സരത ആയിരുന്നു അത്ര ഈ പവിഴമല്ലി. അപ്പോൾ പവിഴമല്ലിക്ക് ഒരു പ്രണയം തോന്നി. ആരോടെന്നറിയാമോ? നമ്മുടെ സാക്ഷാൽ സൂര്യഭഗവാനോട്. അങ്ങനെ സൂര്യൻ്റെ പിന്നാലെ നടന്ന് പവിഴമല്ലി ഇങ്ങനെ സൂര്യനെ സ്നേഹിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സൂര്യനാവട്ടെ ആദ്യമൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടന്നു. പിന്നീടല്ലേ, മനുഷ്യരല്ലേ, അല്ല സൂര്യനല്ലേ, ഉറപ്പായിട്ടും പവിഴമല്ലിയിൽ വീണു, പവിഴമല്ലിയുടെ സ്നേഹത്തിൽ വീണു. അപ്പോൾ സൂര്യനും പവിഴമല്ലിയും കൂടെ ഒടുവിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിക്കാൻ നേരത്ത് സൂര്യഭഗവാൻ ഒരു ഡിമാൻഡ് വെച്ചു കേട്ടോ. എന്താ അറിയോ? ഒരു കാലത്തും ഏത് സാഹചര്യങ്ങൾ വന്നാലും തന്നെ വിട്ടു പിരിയാൻ പാടില്ല. അത് പവിഴമല്ലി ഓക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ ഒരിക്കലും എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ വിട്ടു പോവില്ല എന്ന് വാക്ക് കൊടുത്തു. ആ ഒരു കണ്ടീഷൻ്റെ പുറത്ത് ഇവരുടെ വിവാഹം നടന്നു. അങ്ങനെ എന്താ പറയുക, ഒരു വസന്തകാലത്ത് വിവാഹം നടന്നു, ഒരു തണുപ്പ് കാലത്ത് ഇവരുടെ ഹണിമൂൺ നടന്നു. അങ്ങനെ ഇവർ സുഖമായിട്ട് പോകുമ്പോഴാണ് വേനൽക്കാലം വന്നത്. വേനൽക്കാലം വന്നപ്പോഴറിയാലോ, സൂര്യനല്ലേ, സൂര്യൻ ഇങ്ങനെ ചൂടെടുത്ത് ഇങ്ങനെ ഉരുകി അത്രയും ചൂടാണ്. സൂര്യൻ ഇങ്ങനെ ചൂടെടുത്ത് വരുമ്പോൾ പവിഴമല്ലിക്ക് സൂര്യനെ കെട്ടിപ്പിടിക്കാൻ പറ്റാതായി. ഒരു ദുർബല നിമിഷത്തിൽ കെട്ടിപ്പിടിക്കാൻ ചെന്ന പവിഴമല്ലി എന്ത് ചെയ്തെന്നറിയാമോ? സൂര്യൻ്റെ ചൂട് കാരണം പെട്ടെന്ന് പിന്നോട്ട് മാറി. ഇത് കണ്ട് സൂര്യന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. സൂര്യൻ പറഞ്ഞു, ഞാൻ നിന്നോട് ആദ്യമേ ആവശ്യപ്പെട്ടിരുന്നത് എന്തൊക്കെ വന്നാലും എന്നെ വിട്ട് മാറാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അത് നീ തെറ്റിച്ചു. അത് തെറ്റിച്ചപ്പോൾ സൂര്യന് പെട്ടെന്ന് കോപം വന്നു. ഒന്നാമത് നല്ല ചൂട് സമയം കൂടെ അല്ലേ, പെട്ടെന്ന് കോപം വന്നിട്ട് പവിഴമല്ലി അങ്ങ് ശപിച്ചു. എന്താ പറഞ്ഞതെന്നറിയാമോ? നീ ഒരു മരമായിട്ട്, ഒരു പൂമരമായിട്ട് ഭൂമിയിൽ പോയിട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞു. നിനക്ക് പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് പവിഴമല്ലി അങ്ങനെ ശപിച്ചത്. പവിഴമല്ലി നേരെ അപ്പോൾ തന്നെ ഒരു മരമായിട്ട് നമ്മുടെ ഭൂമിയിൽ വന്ന് പിറന്നു. ശരിക്കും കുറച്ച് കഴിഞ്ഞു സൂര്യൻ്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ സൂര്യന് ഭയങ്കരമായിട്ട് സങ്കടമായി. എന്താ അറിയോ, തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നൊരു പെൺകുട്ടിയായിരുന്നു പവിഴമല്ലി. അപ്പോൾ താൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല. വീണ്ടും പവിഴമല്ലിയോട് സ്നേഹം തോന്നി തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് സൂര്യഭഗവാൻ അവളോട് പറഞ്ഞു, ഒരു കോംപ്രമൈസായി. അങ്ങനെ എന്ത് ചെയ്തു, എല്ലാ ദിവസവും രാത്രി സൂര്യഭഗവാൻ പവിഴമല്ലിയെ കാണാനായിട്ട് പോകും. പവിഴമല്ലിയുടെ കൂടെയാണ് എല്ലാ ദിവസവും രാത്രിയും സൂര്യഭഗവാൻ ഉറങ്ങുന്നതാണെന്നാണ് ഒരു സങ്കല്പം. അങ്ങനെ ചെല്ലുമ്പോൾ ആ സമയത്ത് സൂര്യഭഗവാന് വേണ്ടി മാത്രമാണ് പവിഴമല്ലി പൂക്കുന്നത്. അതുകൊണ്ടാണ് പവിഴമല്ലി എല്ലാ ദിവസവും 6 മണിക്കാണ് പൂക്കുക. വൈകുന്നേരങ്ങളിൽ പൂത്തു രാവിലെ അത് കൊഴിയുകയും ചെയ്യും. അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് പൂക്കുകയും സൂര്യൻ ഉദിക്കുമ്പോൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന പൂവാണ് ഈ പവിഴമല്ലി എന്ന് പറയുന്നത്. അതെ, സൂര്യൻ അസ്തമിക്കുമ്പോൾ നേരെ കുളിച്ചൊരുങ്ങി ചെല്ലുന്നത് പവിഴമല്ലിയുടെ അടുത്തേക്കാണെന്നാണ് പറയപ്പെടുന്നത്. പവിഴമല്ലി സൂര്യനെ വരവേൽക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇങ്ങനെ വിരിച്ച് സുഗന്ധത്തോടു കൂടി ഇങ്ങനെ നിൽക്കും. അതാണ് ആ പണ്ടത്തെ ഒരു കഥ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥയായിരുന്നു ഇത്. അങ്ങനെ പവിഴമല്ലിയുടെയും സൂര്യഭഗവാന്റെയും കഥ, അല്ലെങ്കിൽ ആ ഒരു പ്രണയം ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദേണ്ടേ ഈ പൂക്കൾ എനിക്ക് ശരിക്കും ഒരുപാട് ഇഷ്ടമുള്ളതാണ്. ഒരുപാട് സവിശേഷതകളും ഉണ്ട് കേട്ടോ ഈ പൂക്കൾക്ക്. രാത്രി വിരിയുന്ന പൂക്കളാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഏതാണ്ട് 3-4 ദിവസം കൂടുമ്പോൾ മാത്രം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ശരിക്കും എന്നും വിരിയുന്ന പൂക്കളാണ്. എല്ലാ ദിവസവും നമ്മുടെ വീട്ടുമുറ്റത്ത് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വീണുതിർന്ന് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് മരത്തിൽ ഈ പൂക്കളെ കാണാൻ, മരത്തിൽ പൂത്ത് നിൽക്കുന്നത് കാണാൻ
എപ്പോഴും കിട്ടില്ല. എപ്പോഴും നമുക്കിങ്ങനെ തറയിൽ വീണ് കിടക്കുന്നത് കാണാനായിരിക്കും രസം. അതാണ് നല്ല രസവും. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങൊക്കെ നമുക്ക് ഇതിൻ്റെ കമ്പ് വെട്ടി വെച്ച് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കുരുവും നമുക്ക് സീഡ്സ് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. സീഡ്സ് കുറച്ച് ടൈം എടുക്കും കേട്ടോ മുളച്ച് കിട്ടാനായിട്ട്. പക്ഷെ കമ്പൊക്കെ പെട്ടെന്ന് നമുക്ക് മുളച്ച് കിട്ടുന്നതാണ്. ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ്. ആയുർവേദത്തിൽ കഫത്തിന്, തൊണ്ടവേദനയ്ക്ക്, ത്വക്ക് രോഗങ്ങൾക്കൊക്കെയുള്ള മരുന്നായിട്ട് കഷായം ഉണ്ടാക്കുന്നതിന് ഇതിൻ്റെ സകല സംഭവങ്ങളും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ ശേഖരിച്ച് പുഷ്പമാല ഉണ്ടാക്കുന്നതിനും ഫ്ലവർ ഡെക്കറേഷൻ ഉണ്ടാക്കുന്നതൊക്കെ നല്ല രസമാണ്. ഒരു ഓറഞ്ച് കളർ തണ്ടും വെള്ള പൂക്കളുമാണ് കേട്ടോ. നല്ല രസമായിട്ട് നിൽക്കുന്നതാണ് ശരിക്കും. അത് മാത്രമല്ല ഇതുകൊണ്ട് ചായയും കഷായവും ഒക്കെ ഉണ്ടാക്കി പണ്ടുള്ളവർ കുടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ പൂക്കളെ ഉണക്കിയെടുത്തിട്ട് ഗിഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് ഇതിനുള്ളത്. പിന്നെ കൃത്യമായ പ്രൂണിങ്ങും കറക്റ്റായ സൂര്യപ്രകാശവും ഉണ്ടെന്നുണ്ടെങ്കിൽ നിറച്ച് പൂക്കൾ തരുന്നൊരു ചെടി കൂടിയാണ് കേട്ടോ ഇത്. ഇതിൽ ഓവർ വാട്ടറിങ് വന്നു കഴിഞ്ഞാൽ ഇലകളൊക്കെ പഴുത്ത അറ്റമൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവർ വാട്ടറിങ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണിത്. അപ്പോൾ കൂടുതൽ കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് എന്നും പൂക്കൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ഈ ചെടി രാത്രിയിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന, ഇരുട്ടത്ത് ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഈ ചെടിയുടെ അടിപൊളി തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യക്കാർക്ക് ഇത് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറുതിലേ തന്നെ പൂത്ത് തുടങ്ങുന്നതാണ്. നമ്മൾ തൈ നട്ട് കഴിഞ്ഞാൽ 1-1.5 മാസത്തിനുള്ളിൽ തന്നെ പൂക്കൾ തന്നു തുടങ്ങുന്നതാണ് ഈ ഒരു ചെടി. ഇതിൻ്റെ രാത്രി ഭംഗിയാണ് കേട്ടോ. ഇത് രാത്രി എടുത്തിരിക്കുന്ന ഒരു വിഷ്വലാണ്. രാത്രിയിൽ നോക്കി എന്ത് രസമായിട്ടാണ് ഇത് വിരിഞ്ഞ് നിൽക്കുന്നതെന്നുള്ളത്. ശരിക്കും നല്ല സുഗന്ധത്തോടു കൂടി രാത്രി വിരിഞ്ഞ് നിൽക്കുന്ന, രാത്രി ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത് തന്നെ ഒരു പ്രത്യേക സുഖമാണെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പവിഴമല്ലി ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ പവിഴമല്ലി ഉണ്ടോ? ഇല്ലയെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വാങ്ങിച്ച് വെച്ചോളൂ. 2 അടിപൊളി പവിഴമല്ലി നമ്മുടെ വീട്ടിന് ഇരുവശത്തും വെച്ചാൽ ദിവസവും പൂക്കളിങ്ങനെ ഉതിർന്ന് വീഴുന്നത് കാണാം. അപ്പോൾ പവിഴമല്ലിയെക്കുറിച്ച് നിങ്ങൾക്ക് വീണ്ടും ഏറെ ഓർമ്മകളോ കഥകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ പവിഴമല്ലി പൂക്കളെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട്. ശരിക്കും കാണേണ്ട, വയ്ക്കേണ്ട, ചുംബിക്കേണ്ട, അനുഭവിക്കേണ്ട ഒരു പൂ തന്നെയാണ് ഈ പവിഴമല്ലി പൂക്കൾ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെ ഈ പവിഴമല്ലി പൂക്കൾ ഇങ്ങനെ വീണുതിർന്ന് കിടക്കുന്നത് കാണാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഇത് ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.